18 ബിഗ് ബ്രേക്കിംഗിലേക്കാണ് ഇനി ന്യൂസ് ട്രെൻഡ്സ് പോകുന്നത്. ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാൻ മലയാളിയെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ. ഇടുക്കി കട്ടപ്പന സ്വദേശി KJ ജോയിയാണ് 2018 കൊലപ്പെട്ടത്. വാഹനം ഇടിപ്പിച്ചായിരുന്നു അച്ഛനെ കൊലപ്പെടുത്തിയത് എന്ന് ജോയിയുടെ മകൻ അനീഷ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഭീഷണിയെ തുടർന്ന് കുടുംബത്തിന് ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. തട്ടിയെടുത്ത ഭൂമിക്ക് നിലവിൽ മതിപ്പ് വില 1 കോടിയിലേറെയാണ് എന്നും ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമ പോരാട്ടം ആരംഭിച്ചതായും അനീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. 2018 ഈ സംഭവം നടന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. 2018 ഏപ്രിൽ 5 ഇത്തരത്തിൽ വാഹനം ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് KJ ജോയിയെ. ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റക്കാരായി ഇവിടെ എത്തിയതാണ്. ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന ആരോപണമാണ് മകൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അനീഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അനീഷാണ് ഇവിടെ നിന്നും പലായനം ചെയ്ത് ഇന്ന് ആദ്യമായാണ് ഇപ്പോൾ അനീഷ് ഈ നാട്ടിലെത്തുന്നത്. പ്രധാനമായും നമ്മുടെ ഈ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു ധൈര്യം, പിന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം, ഇതാണ് അനീഷിനെ ഇപ്പോൾ വീണ്ടും നിയമ പോരാട്ടത്തിനും മറ്റുമായി എല്ലാം ഇവിടെ എത്താൻ കാരണം. ഏതായാലും അനീഷോട് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. എന്താണ് ഈ 2018 അച്ഛന് സംഭവിച്ചത്? എന്താണ് പ്രശ്നം? എൻ്റെ അച്ഛനെ 2018 ആക്സിഡന്റ് ചെയ്താണ് എൻ്റെ അച്ഛനെ കൊല്ലുന്നത്. സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. ഞാനൊക്കെ ജനിച്ചു വളർന്നത് ധർമ്മസ്ഥലത്താണ്. ധർമ്മസ്ഥലം വില്ലേജിൽ പുളിഞ്ചിലോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം. ജനിച്ചതും എല്ലാം അവിടെയായിരുന്നു. എൻ്റെ വല്യപ്പനൊക്കെയായിട്ട് ഒരു 10-50 വർഷം മുമ്പ് കുടിയേറ്റക്കാരായിട്ട് ധർമ്മസ്ഥലത്ത് വന്ന് താമസിക്കുന്നവരാണ്. അവിടെ ഈ ആദ്യകാലങ്ങളിൽ ലെമൺ ഗ്രാസ്, പുൽത്തൈലം എന്ന് പറയും, ഈ പുൽത്തൈലം എടുത്ത് ജീവിച്ച ആൾക്കാരാണ് എൻ്റെ വല്യപ്പനൊക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളെല്ലാം തുടങ്ങി. റബ്ബറായി. ആദ്യം കുറച്ച് നെൽകൃഷി നടത്തി. അത് കഴിഞ്ഞിട്ട് റബ്ബർ, പിന്നെ കശുവണ്ടി, ഇങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ നടത്തി വന്നതാണ്. അന്ന് ആദ്യകാലങ്ങളിൽ വന്ന് ഈ സ്ഥലം വെട്ടിപ്പിടിച്ച് എടുത്ത് താമസിക്കുന്ന രീതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് പട്ടയം ആക്കി കൊടുക്കുന്ന രീതിയായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തിന് ഒരു 20 ഏക്കർ സംതിങ് സ്ഥലത്തിന് ആദ്യം പട്ടയമായി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലത്തിന് പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 20 ഏക്കർ സ്ഥലത്തിന് പിന്നെ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 20 ഏക്കർ സ്ഥലത്തിന് ആദ്യം പട്ടയമായ 20 ഏക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു. റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം. ഒരു 1/2 കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ടോർച്ചർ ഇവർ തുടങ്ങുന്നത്. ഈ സ്ഥലം നമുക്ക് വേണമെന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. എൻ്റെ വല്യപ്പനെ അന്ന് ഈ ധർമ്മസ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേഷൻ ഇല്ല. ആ കാലങ്ങളിൽ അന്ന് അവരുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ധർമ്മസ്ഥല വീട് എന്ന് പറയുന്നതാണ് ഈ സ്റ്റേഷനായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വല്യപ്പനെ ഒരു രാത്രി മുഴുവനും അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ വല്യപ്പനെ. ഇതൊക്കെ എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അറിവുകളാണ് എനിക്ക് മൊത്തം. അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. രാവിലെ നേരം വെളുക്കുന്നവരെ എൻ്റെ വല്യപ്പനെ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട്. കാരണം വെറും ചെറിയൊരു റീസണാണ്. ഒരു കന്നാലി ഇടിവെട്ടി നമ്മുടെ പറമ്പിൽ ചത്തതാണ് പ്രശ്നം. ഇവർ ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് അടിക്കുന്നതും. എന്നിട്ടും അവിടുന്ന് പറയുന്നത് സ്ഥലം ഞങ്ങൾക്ക് താന്നു തന്നെയാണ് എൻ്റെ വല്യപ്പൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം എൻ്റെ വല്യപ്പൻ പറഞ്ഞു, സ്ഥലം ഒരിക്കലും ഞാൻ തരികയില്ല. എനിക്ക് 12 പേര് മക്കളുണ്ട്. എൻ്റെ വല്യപ്പന് 12 പേര് മക്കളാണ്. എൻ്റെ പപ്പായുടെ ചേട്ടനിമാർ പെങ്ങന്മാരെല്ലാവരും 12 പേരുണ്ട്. അത് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല, സ്ഥലം ഒരിക്കലും ഞാൻ തരികയില്ല. അത് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെന്ന് എൻ്റെ വല്യപ്പൻ അന്നേ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവിടെ ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെ തന്നെ നിലനിന്നു. പിന്നെ ഇവരുടെ ടോർച്ചറുകൾ പിന്നെ നടന്നുകൊണ്ടുണ്ടായിരുന്നു. അതൊന്നും ഇവർ ആരും അത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് കാലങ്ങൾ പോയി സ്ഥലമെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ കുറച്ചുകൂടെ അവിടെ സ്ഥലങ്ങളെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നു. ആ സമയത്താണ് അവിടെ ധർമ്മസ്ഥലത്ത് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പപ്പ ഈ ഗോലി സോഡ എന്ന് പറയും, സോഡ ഫാക്ടറി തുടങ്ങുന്നു. അതിൻ്റെ അകത്ത് അവിടെ കഞ്ഞി, ഓംലേറ്റ്, അങ്ങനത്തെ സംഭവം എല്ലാം തുടങ്ങുന്നു. അന്നേരമാണ് അവിടെ തുടങ്ങിയ സമയത്താണ് അവിടെ ഈ ധർമ്മസ്ഥലത്തിൻ്റെ ഫുള്ള് ലാൻഡ് ലിങ്ക്സ് ഇടപാടുകൾ നടത്തുന്ന സുഭാഷ് എന്നും പറഞ്ഞ ഒരുത്തൻ അവിടെ വന്ന് എൻ്റെ പപ്പയുടെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഭീഷണിയായിരുന്നെങ്കിൽ ഈ നമ്മൾ ഹോട്ടലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തായി, അവിടെ വന്നിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുന്നോ വിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം എൻ്റെ പപ്പ എന്താക്കി വീട്ടിൽ വന്നിട്ട് എൻ്റെ വല്യപ്പൻ്റെ അടുത്തും ചേട്ടനിമാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. ഏതൊക്കെയാലും ഇവരുടെ ടോർച്ചറാണ് കാര്യങ്ങൾ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ, എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന് തീരുമാനിക്കുന്നു. 21 ലക്ഷത്തിന് സംസാരിക്കുന്നു. 21 ലക്ഷം പോയി. പിന്നെ ലാസ്റ്റ് അത് വെറും 18 ലക്ഷം രൂപയ്ക്കാണ് അന്ന് കച്ചവടം നടക്കുന്നത്. ആ സ്ഥലം 18 ലക്ഷത്തിന് കച്ചവടമാവുന്നു. ഇതിന്റെ സ്ഥലത്തിന്റെ മൊത്തം ഇടപാട് നടത്തിയത് എൻ്റെ പപ്പായ.
എൻ്റെ പപ്പയുടെ പേര് KJ ജോയി. എൻ്റെ പപ്പയാണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തം ഇടപാടും കാര്യങ്ങളും നടത്തിയേക്കുന്നത്. എന്നിട്ടാണ് ഇവർ സ്ഥലം എല്ലാം അന്ന് ഡോക്യുമെന്റ്സ് ആയി കിടന്ന സ്ഥലം മൊത്തം ഇവർക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കേരളത്തിലോട്ട് കുറേ പേര് പോയി. എൻ്റെ പപ്പയ്ക്ക് മാത്രം ഇവിടെ ഹോട്ടലുണ്ടായിരുന്നതിൻ്റെ പേരിൽ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെറിയൊരു സ്ഥലം മേടിച്ച് അവിടെ താമസം തുടങ്ങി. അത് എൻ്റെ പപ്പയ്ക്ക് എന്താ ഈ അന്നേരം അവിടെ ഈ ആയുർവേദ ചികിത്സയുണ്ട്. കാരണം എൻ്റെ വല്യപ്പൻ്റെ അപ്പനൊക്കെ ആയിട്ട് ആയുർവേദ ചികിത്സക്കാരായിരുന്നു. എല്ലാ ചികിത്സകളും എൻ്റെ പപ്പയ്ക്കും അറിയായിരുന്നു, എല്ലാ ചികിത്സകളും. അങ്ങനെ എൻ്റെ പപ്പ എന്തായി ചികിത്സാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അത് ഇവിടെ കർണാടകയിൽ ഒരു നിയമമുണ്ട്, അക്രമസക്രമം എന്നും പറഞ്ഞ്. ആ അക്രമസക്രമത്തിലാണ് ആ 20 ഏക്കർ സ്ഥലം കിടന്നത്. ബാക്കി ഉണ്ടായിരുന്ന 20 ഏക്കർ സ്ഥലം കിടന്നത്. അത് ആ 20 വർഷം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആരുടെ എല്ലാം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര് ഓട്ടോമാറ്റിക്കലി അത് ഡോക്യുമെന്റ്സ് ആയി റെഡിയായി. ഇത് റെഡിയായി എന്ന് അറിഞ്ഞപ്പം പിന്നെയും ഫീൽഡിൽ വന്നു ഇതേ സുഭാഷ് തന്നെ. പപ്പായെ വിളിക്കുന്നു, അത് ഡോക്യുമെന്റ്സ് ആയി കിടക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് അവരെ വിളിച്ചുകൊണ്ട് വന്ന് എഴുതി തരണം. കാരണം ഇതിന്റെ ഉത്തരവാദിത്തം മൊത്തം എൻ്റെ പപ്പയുടെ പേര് കയ്യിൽ തലയായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തം മൊത്തം ഏൽപ്പിച്ചിരുന്നത്. പപ്പ പറഞ്ഞില്ല. അത് ഏതൊക്കെയാലും അന്ന് 20 ഏക്കർ സ്ഥലം ഞങ്ങൾ 18 ലക്ഷം രൂപയ്ക്ക് തന്നു. ഇനി ഏതൊക്കെയാലും ബാക്കിയുള്ള 20 സെന്റാണോ 20 ഏക്കറിനാണോ? ബാക്കിയുള്ള 20 ഏക്കറിനായിരുന്നു പ്രശ്നം തുടങ്ങിയത്. ഇല്ല, തെരികലെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ കിടന്നു. ലാസ്റ്റ് അതിൽ ആ 20 ഏക്കറിൽ 4 ഏക്കർ 37 സെന്റ് സ്ഥലമുണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട്. അതിൽ തന്നെ ഉള്ളതാണ് ഡോക്യുമെന്റ്സും പേപ്പറുകൾ കാര്യങ്ങളെല്ലാം വിത്ത് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടത്. ആ സ്ഥലത്തിന് അത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ പേര് കിടന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പായും എൻ്റെ പപ്പയുടെ അനിയനും എല്ലാവരും കൂടെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഏതൊക്കെയാലും സ്ഥലമില്ല. സ്ഥലം അവർ കൈവശപ്പെടുത്തി വെച്ചേക്കും. എന്നാൽ പിന്നെ അതിന് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് ഇവർ ലോൺ എടുക്കാൻ പോകുന്നു. ഈ ലോൺ എടുക്കാൻ വേണ്ടി പോയ ബാങ്കിലെ ഏതോ ഒരു സ്റ്റാഫ് ഇവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു, KJ ജോയി ഈ സ്ഥലത്തിന് ഡോക്യുമെന്റ്സുമായിട്ട് ലോണിന് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെയും ഈ സുഭാഷ് ഭീഷണിയായിട്ട് വരുന്നു. ഇത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ചെയ്തേക്കുന്ന ഈ സുഭാഷ് എന്ന് പറഞ്ഞ ആളാണ്. ഈ സുഭാഷ് പിന്നെ ഭീഷണിയായിട്ട് എൻ്റെ പപ്പായെ വിളിക്കുന്നു. പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സുഭാഷിനെ ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഈ സുഭാഷിനെ എനിക്ക് അറിയത്ത് പോലില്ല. പപ്പ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു സുഭാഷ് വിളിക്കുന്നുണ്ട്, ധർമ്മസ്ഥലത്ത് നിന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട്. പപ്പ എപ്പോഴും വീട്ടിൽ പറയുന്ന കാര്യമായിരുന്നു, സുഭാഷ് വിളിക്കുന്നുണ്ട്, സ്ഥലം എഴുതി തരാൻ പറയുന്നുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് സുഭാഷ് പിന്നെ വിളിക്കുന്നു, അത് എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം ആയി കിടക്കുക, നിങ്ങൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് വന്ന് എഴുതി തരണം, നിങ്ങൾ ലോൺ എടുക്കാൻ പോയിട്ടുണ്ടെന്നല്ലേ സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങൾ പെട്ടെന്ന് സ്ഥലം വന്ന് എഴുതി തരണം. എന്നാലും എൻ്റെ പപ്പ അത് മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ആ ലോൺ എടുക്കുന്ന അത് അവർ പോയത് പിന്നെ അവിടെ തന്നെ നിർത്തിവെച്ചു. പിന്നെ അതിൻ്റെ പുറകെ പപ്പ പോയിട്ടില്ല, ലോൺ എടുക്കാൻ പിന്നെ പപ്പ അതിൻ്റെ പുറകെ പിന്നെ പോയില്ല. പപ്പ ചികിത്സയായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. മൂടുബദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് മുൻകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു തളർവാദ രോഗിനെ ചികിത്സിക്കാൻ പോകുമായിരുന്നു പപ്പ. അത് ആയുർവേദ ചികിത്സ പ്രകാരം ഒരു സൈഡ് മൊത്തം തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യം വീട്ടിൽ വരുമായിരുന്നു അവർ. അപ്പോൾ അവർ കുറച്ച് പാവപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല, കാരണം 10-50 കിലോമീറ്റർ ദൂരമുണ്ട്, നിങ്ങൾക്ക് വന്ന് ചികിത്സിക്കാൻ പറ്റുമോ, അതിൻ്റെ എന്താ ചാർജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തരാം. അങ്ങനെ പപ്പായ്ക്ക് ബൈക്ക് ഉണ്ടായിരുന്നു, ഹോണ്ട ഷൈൻ എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്കിൽ അവിടെ പോയി ചികിത്സിക്കും, അവിടെ എണ്ണ കൊടുക്കും, അത് തിരുമ്മി മസാജ് ചെയ്ത് കിഴി പിടിക്കുമായിരുന്നു. കിഴിയെല്ലാം പിടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം പപ്പ അവിടെ പോയി, രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷമാണ് പോകുന്നത്. പപ്പ വീട്ടിൽ നിന്ന് പോകുന്നു. അവിടെ പോയിട്ട് അവിടുന്ന് ചികിത്സയും കഴിഞ്ഞ് പപ്പ അവിടുന്ന് നേരെ തിരിച്ചു വരുമ്പോഴാണ് അവിടെ അന്ന് പപ്പയ്ക്ക് പൈസ കിട്ടാനും ഉണ്ടായിരുന്നു, ഒരു 8000 രൂപ പൈസയും കിട്ടാനുണ്ടായിരുന്നു അവിടെ. ആ പൈസയും മേടിച്ച് അവിടുന്ന് പപ്പ തിരിച്ചു വരുന്ന വഴിക്കാണ് പപ്പായെ ഒരു നീല പർദ്ദ കെട്ടിയ ഒരു വണ്ടി പപ്പായെ ഇടിക്കുന്നു. പപ്പ റോഡിൽ തന്നെ മരിക്കുന്നു. അവിടെ ഓൺ ദി സ്പോട്ടിൽ തന്നെ പപ്പ മരിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടി കണ്ടതാ. ആ പെൺകുട്ടി ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റും പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു നീല പർദ്ദ കെട്ടിയ ഒരു വണ്ടി ഇയാളെ വന്ന് ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി. ഇടിച്ചിട്ട് അവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി, നേരെ പോയില്ല, വണ്ടി അവിടുന്ന് തിരിച്ചുകൊണ്ട് പോയി. അതായത് മനഃപൂർവ്വം ഇടിക്കാൻ വന്നതാണ്. മനഃപൂർവ്വം ഇടിച്ചിട്ട് അവിടുന്ന് തന്നെ തിരിച്ചുകൊണ്ട് പോയി ആ പെൺകുട്ടി പറഞ്ഞതാണ്. പപ്പ റോഡിൽ കിടന്ന് തുള്ളിത്തെറിക്കുന്നുണ്ടായിരുന്നു, റോഡിൽ കിടന്നിട്ട് മരണപ്രാളത്തിൽ അവൾ കൃത്യമായിട്ട് ആ പെൺകുട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. ആ പെൺകുട്ടി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വെച്ച് അവിടെ തന്നെ ബെളുവായി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ CC ക്യാമറയുണ്ട്. ആ CC ക്യാമറയ്ക്കകത്ത് ഇവർ ചെക്ക് ചെയ്തു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ചെക്ക് ചെയ്തപ്പം പപ്പയുടെ ഹോണ്ട ഷൈൻ ബൈക്ക് പാസ്സാവുന്നു, ഒരു നീല പടുത കിട്ടിയ വണ്ടി പപ്പയുടെ പുറകെ പാസ്സാവുന്നു. ഇതെല്ലാം ആ CC ക്യാമറയ്ക്കകത്തുമുണ്ട്, സംഭവമുണ്ട്. എന്നിട്ടും ഇവരെന്താക്കി ആ വണ്ടി ഏതെന്ന് ഇവർക്ക് മനസ്സിലായി. ഈ വണ്ടി 2 ദിവസം സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു.
മൂടുപത്ര സ്റ്റേഷനിൽ ഈ വണ്ടി 2 ദിവസം കൊണ്ടേ വെച്ചു ഈ ടെമ്പോ. എന്നിട്ട് ഈ വണ്ടി അവിടുന്ന് വെറുതെ തിരിച്ചു പറഞ്ഞു വിട്ടു. കേസെടുത്തില്ല ഇവർ. എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പോയി, ഞാൻ കണ്ടിന്യൂ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുമായിരുന്നു. അന്നിരുന്ന SI ഒരു നല്ല മനുഷ്യനായിരുന്നു. പുള്ളി എന്നും രാവിലെ അവരുടെ പരേഡിന്റെ സമയത്ത്, പോലീസിന് പരേഡുണ്ട് അവിടെ, എന്നും രാവിലെ സ്റ്റേഷനിൽ പരേഡ് ഉണ്ടായിരുന്നു. ആ SI ഉണ്ടായിരുന്ന സമയത്ത് എന്നും ആ പുള്ളി പറയുമായിരുന്നു, നമുക്ക് ആ ജോയിയുടെ കാര്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം, എന്താണെന്ന് നോക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അന്നുണ്ടായിരുന്ന SI. ഇന്ന് അയാൾ റിട്ടയർഡ് ആയിട്ട് കാണും. ഇന്ന് അയാൾ മോസ്റ്റ്ലി ഇന്നിപ്പോൾ അയാൾ റിട്ടയർഡാണ്. അയാൾ ഒരു നല്ല വ്യക്തിയായിരുന്നു. അയാളാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ മൊത്തം പറയുന്നത്. ആ ഇടിച്ച വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഇല്ല. നമ്പർ 1, ആ ഇടിച്ച വണ്ടിക്ക് ഒരു ഡോക്യുമെന്റ്സും ഇല്ല. അത് അവിടുത്തെ മൂടപത്രയിൽ അറിയപ്പെടുന്ന ഒരാളുടെ വണ്ടിയാണ്. അയാൾ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇത് നിന്റെ പപ്പായ ഇടിച്ച ഇതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഇതിലുണ്ട്. എൻ്റെ അടുത്ത് SI ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞു SI, ഇത് നിനക്ക് ഇൻഷുർ കിട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചു. ഓക്കെ, എന്നാൽ പിന്നെ ഏതൊക്കെയല്ല എൻ്റെ പപ്പയുടെ ജീവൻ നഷ്ടപ്പെട്ടു, എന്നാൽ പിന്നെ ഇൻഷുറെങ്കിലും എനിക്ക് ആക്കിത്താ. അപ്പം പറഞ്ഞു അവരുടെ കയ്യിൽ വേറെ വണ്ടിയുണ്ട്, ആ വേറെ വണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് ഇൻഷുർ ആക്കി തരാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ആ SI എൻ്റെ അടുത്ത് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അതും ഇല്ല. ലാസ്റ്റ് അവർക്ക് വേറൊരു വണ്ടി, ഇതിൽ ഒരു കേസും ഇല്ല, ഇൻഷുറൻസോ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല? ഒന്നും ലഭിച്ചിട്ടില്ല. ഒന്നും എനിക്ക് ലഭിച്ചു. ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? 20 ഏക്കർ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലം ആരാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾക്കത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്? എന്താണ് അവസ്ഥ? ആ 20 ഏക്കർ സ്ഥലം ഇന്നും ധർമ്മസ്ഥലത്ത് കൊളിഞ്ചലോടി എന്ന് പറയുന്ന സ്ഥലത്ത്, കല്ലകണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലം ഇപ്പോഴും അവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഇപ്പൊ ദൃശ്യങ്ങൾ നിങ്ങൾ കാണിച്ച അതേ സ്ഥലമാണ്. അവിടെ ഇപ്പോഴും ആ സ്ഥലം നിലവിലുണ്ട്. അത് ധർമ്മസ്ഥലം വീരേന്ദ്ര ഹെഗ്ഡെയുടെ കൈവശം തന്നെ ഉണ്ട് ഇപ്പോൾ ആ സ്ഥലം. യെസ്, ധർമ്മസ്ഥലയിലെ അധർമ്മത്തെ സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകൾ ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ഇതിനോടകം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തലുമായി ഇവിടെ എത്തുന്നത് ഭൂമി തട്ടിയെടുത്തു എന്നുള്ളതാണ്. KV ബൈജു തന്നെ ചേരുന്നുണ്ട്. ബൈജു, ഒട്ടേറെ മരണങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ, പെൺകുട്ടികൾ അടക്കം മരണപ്പെടുന്ന സാഹചര്യം, അതും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രവുമല്ല അവിടെ നടക്കുന്നത് ഒരുതരം മാഫിയ പ്രവർത്തനങ്ങൾ. അതായത് ആരെയും എന്തും ചെയ്യാം. ഒരാളുടെ ഭൂമി തട്ടിയെടുക്കാൻ തീരുമാനിച്ചാൽ അത് തട്ടിയെടുക്കുക തന്നെ ചെയ്യും. അത് ലഭിക്കുന്നില്ല എങ്കിൽ അവരെ കൊന്നിട്ടാണെങ്കിലും ആ ഭൂമി സ്വന്തമാക്കും. അമ്മട്ടിൽ ഉള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ബലാത്സംഗ കൊലകൾ മാത്രമല്ല അവിടെ നടക്കുന്നത്, മറ്റു പലതരത്തിലുള്ള നീചമായ പ്രവൃത്തികളും ഈ മേഖലയിൽ തുടർന്നിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ വെളിപ്പെടുത്തലിൽ നിന്നും ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ആ കുടുംബത്തിന് തന്നെ പലായനം ചെയ്യേണ്ടി വന്നു. ആ സ്ഥലം ഉൾപ്പെടെ അവർക്ക് നഷ്ടപ്പെട്ടു. നിലവിൽ 20 കോടിയിലധികം രൂപയാണ് ഈ സ്ഥലത്തിന് വിലമതിക്കുന്നത്. കൊലപാതകങ്ങൾ, ഈ ബലാത്സംഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, അതിനു പുറമെ ഭൂമിക്കായി ഇത്തരത്തിൽ ആളുകളെ കൊല്ലുക. ഏതായാലും മലയാളിയാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് ഇരയായിരിക്കുന്നത്. ഏതായാലും നമ്മോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ധർമ്മസ്ഥലയിലെ മുഴുവൻ സമരങ്ങളും, ഇവിടെ നടക്കുന്ന സൗജന്യ ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന, അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്ന, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മേൽനോട്ടം വഹിക്കുന്ന ഒരാളുണ്ട്. അതാണ് മഹേഷ് ഷെട്ടി തിമറോടി. അദ്ദേഹം തന്നെ നമ്മോട് ചേരുന്നു. എന്തായാലും അദ്ദേഹം മലയാളിയല്ല, മലയാളം അറിയില്ല, പക്ഷെ കന്നഡയിൽ അദ്ദേഹം പറയും. ഇവരെല്ലാം ഈ സമരത്തിലെല്ലാം നേതൃത്വം നൽകുന്നത് ಇദ്ദേഹമാണ്. ಏನು ಈ ಧರ್ಮಸ್ಥಳದಲ್ಲಿ ಇದು ಪೊಲೀಸ್ ಎನ್ಕ್ವೈರಿ ಮಾಡೋದಿಲ್ಲ, ಈ ಅನೀಶ್ ವಿಷಯ ഉണ്ട്, ಏನೋ ಇದು ಪೊಲೀಸ್ ಇದೀಗಲೇ ತನಿಖೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಇದನ್ನು ಪೊಲೀಸ್ ತನಿಖೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಧರ್ಮಸ್ಥಳದಲ್ಲಿ ಅದೆಷ್ಟೋ ದಶಕಗಳಿಂದ ಆದಂತ ರೇಪ್ ಅಂಡ್ ಮರ್ಡರ್, ಬ್ರೂಟಲ್ ರೇಪ್ ಅಂಡ್ ಮರ್ಡರ್ ಇದೆ ಅಲ್ವಾ, ಅದರಲ್ಲಿ ಪೊಲೀಸರು ಕೂಡ ಶಾಮೀಲೆ. ಪೊಲೀಸರು ಇದ್ದು ಬಾಡಿ ಹಾಕಿದ್ದು ಇದೆ ಅಲ್ಲಿ. ಈಗ ಪೊಲೀಸರು ಎದುರು ಓಪನ್ ಮಾಡಿದ್ರೆ ಹೇಗೆ ಆಗ್ತದೆ ಹೇಳಿ? ನಾನೇ ಕೊಂದು ನಾನೇ ಊತ ಹಾಕಿ ನನ್ನಿಂದ್ರೆ ಇದು ಮಾಡಿದ್ರೆ ಎಲ್ಲಿ ಉಂಟು ಅಂತ ಕೇಳಿದ್ರೆ ಹೇಳ್ತೇನೆ ನಾನು. ಆ ಪರಿಸ್ಥಿತಿ ಇವತ್ತು ಪೊಲೀಸ್ನವರಿಗೆ ಬಂದಿದೆ. ಅದಕ್ಕೋಸ್ಕರ ಇವರು ಟೈಮು ಮುಂದೆ 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 ಜಾರಿಸ್ತಾ ಇದ್ದಾರೆ. ಹೇಗಾದ್ರೂ ಮಾಡಿ ಇದನ್ನು ನಿಲ್ಲಿಸಿ ಅಂತ ಹೇಳಿ. ಇದು ನಿಲ್ಲುವುದಿಲ್ಲ, ಇದು ಖಂಡಿತ ನಿಲ್ಲುವುದಿಲ್ಲ. ಏನು ಸಾವಿರಾರು ಅತೃಪ್ತ ಹೆಣ್ಣು ಮಕ್ಕಳು, ತಾಯಂದಿರ ರೇಪ್ ಅಂಡ್ ಮರ್ಡರ್, ಬ್ರೂಟಲ್ ರೇಪ್ ಅಂಡ್ ಮರ್ಡರ್
ಮಾಡಿ ಕೊಂದು ಬಿಟ್ಟಿದ್ದಾರೋ, ಬರೇ ಕೊಲೆ ಅಲ್ಲ, ಯಾರ್ಯಾರು ಕೊಲೆ ಮಾಡಿದ್ದಾರೋ, ಯಾವ ಹುಡುಗಿಯ ಹೆಣ್ಣು ಮಕ್ಕಳ ಬಾಡಿಯಲ್ಲಿ ಬಟ್ಟೆನೇ ಸಿಗ್ತಿರ್ಲಿಲ್ಲ, ಅವರ ಅಂಡರ್ ಗಾರ್ಮೆಂಟ್ ಸಿಗ್ತಾನೆ ಇರಲಿಲ್ಲ, ಎಲ್ಲ ಹೆಣ್ಣು ಮಕ್ಕಳ ಬಾಡಿಯಲ್ಲಿ ಬೆತ್ತಲಾಗಿ ಸಿಗುವಂಥದ್ದು. ಇದು ಒಂದೇ ಗ್ಯಾಂಗಿನವರು ಮಾಡಿದಂತ ಬ್ರೂಟಲ್ ರೇಪ್ ಅಂಡ್ ಮರ್ಡರ್. ಇದು ತನಿಖೆ ಆಗಲೇಬೇಕು. ಇಲ್ಲಿಯ ಪೊಲೀಸರಿಂದ ಸಾಧ್ಯ ಇಲ್ಲ. ನಾನು ಕೇರಳದ ಮೀಡಿಯಾ ಕೇಳ್ತಾನೆ, ಕೇರಳದ ಹಲವಾರು, ಈಗ ಉದಾಹರಣೆಗೆ ಅನೀಸ್ ಅಪ್ಪನನ್ನು ಕೂಡ ಆಕ್ಸಿಡೆಂಟ್ ಮಾಡಿ ಕೊಂದಿದ್ದಾರೆ. ದಾಖಲೆಗೆ ಆಕ್ಸಿಡೆಂಟ್, ಕೊಲೆ ಮಾಡಿದ ಮೇಲೆ ಬೈಕಲ್ಲಿ ತಂದಾಕಿ ಆಕ್ಸಿಡೆಂಟ್ ಅಂತ ಹೇಳಿ ಮಾಡಿ ಆ ಕೇಸನ್ನು ಮುಗಿಸಿಬಿಟ್ಟಿದ್ದಾರೆ. ಈಗ ಏನು ಮಾಡುದು? ಇದು ಪೊಲೀಸ್ ಎನ್ಕ್ವೈರಿ ಸ್ಲೋ ಆಗುದು, ಏನು ಆಗುದಿಲ್ಲ. ನಿಮ್ಮ ಆಕ್ಷನ್ ಕಮಿಟಿ ಏನು ಮಾಡುದು? ನಾನು ಹೇಳುವಂಥದ್ದು, ಇದಕ್ಕೆ ಒಂದು ಒಳ್ಳೆಯ ರಿಟೈರ್ಡ್ ಜಡ್ಜಸ್ಗಳು, ಸುಪ್ರೀಂ ಕೋರ್ಟ್ ಜಡ್ಜಸ್ಗಳು, ಹೈಕೋರ್ಟ್ ಜಡ್ಜಸ್ಗಳು ಸಮಾಜದ ಕಳಕಳಿ ಇರುವಂತವರು, ಸತ್ಯ ಮಾಡುವವರು, ನ್ಯಾಯ ಕೊಡುವವರು ಬರಬೇಕು. ಇಲ್ಲಾದ್ರೆ ಸಾಧ್ಯವಿಲ್ಲ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಇಲ್ಲಿ ಕಳೆದ 76, ಈ ದೇಶಕ್ಕೆ ಸ್ವಾತಂತ್ರ್ಯ ಬಂದು 76 ವರ್ಷ ಆಯ್ತು. ಅಲ್ಲಿಂದ ಅದಕ್ಕೆ ಹಿಂದಿಂದ ಕೂಡ ಯಾರು ಆ ಧರ್ಮಸ್ಥಳದಲ್ಲಿ ನಡ್ಕೊಂಡು ಬರ್ತಾ ಇದ್ದಾರ, ಇವರೆಲ್ಲ ಸೇರಿ ಮಾಡಿದಂತ ಅತ್ಯಾಚಾರ, ಕೊಲೆ ಅದೆಷ್ಟೋ ಸಾವಿರ, ಸುಮಾರು ಎಷ್ಟು ಕೊಲೆ ಇಲ್ಲಿ ಹುಡುಗಿ ಲೆಕ್ಕ ಸಿಗ್ಲಿಕ್ಕಿಲ್ಲ. ಇಡೀ ಧರ್ಮಸ್ಥಳದ ಸುತ್ತ ಒಂದು 4-5 ಕಿಲೋಮೀಟರ್ ಇಡೀ ಗುಡ್ಡೆನ ನಮ್ಮಲ್ಲಿ ಏನ್ ಹೇಳ್ತಾರೆ, ಕಂಗಿನ ತೋಟವನ್ನು ಹತ್ಯೆ ಮಾಡೋದು ಅಂತ ಹೇಳ್ತಾರೆ. ಕಂಗಿದೆ ಅಲ್ಲ, ತೋಟ ಈ ಇದನ್ನು ಟರ್ಮರಿಕ್ ಇದೆ, ಟರ್ಮರಿಕ್ಗೆ ತೆಗಿತಾರೆ. ಹಾಗೆ ತೆಗೆದ್ರೆ ಎಲ್ಲೆಲ್ಲೋ ಸಿಗ್ಬೋದು, ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಜನಗಳು ಹಾಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಎಲ್ಲಿ ನೋಡಿದ್ರಲ್ಲಿ ಸಿಗ್ತಾ ಇತ್ತು. ಪೊಲೀಸ್ ಇದು ಫಾರೆಸ್ಟ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ನವರು ಕಾಡಿನ ಒಳಗೆ ಗಿಡ ಹಾಕುವಾಗ ಬುರುಡೆಗಳು, ಎಲುಬುಗಳು, ನೈಟಿ, ಹುಡುಗಿಯರ ಚಪ್ಪಲ್, ಹುಡುಗಿಯರ ಅಂಡರ್ ഗാർമെന്റ്സ് ಎಲ್ಲ സിക്താ ഇತ್ತು. അഭിലാഷേ, വളരെ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അനീഷ ഇപ്പോൾ എങ്ങനെയാണ്, അനീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അനീഷ പറയുന്ന പോലെ എന്താണ് ഇനി അടുത്ത ഒരു നടപടി? തീർച്ചയായിട്ടും സാർ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഏതൊക്കെയായാലും ഇത് നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. എൻ്റെ പപ്പയുടെ കൊലപാതകത്തിനെ പറ്റി ഞാൻ ഏതൊക്കെയായാലും ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. പിന്നെ ഞങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ കേസ് ഫയൽ ചെയ്യും. ഞാൻ ഇതിനോട് ഇതിൽ തന്നെ ഞാൻ നേരെ മുമ്പോട്ട് തന്നെ ഞാൻ പോകും. ഇതിൽ പ്രധാനമായി അഭിലാഷ് ഇവർ പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമരങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന ഇദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ഈ പ്രദേശത്ത് 5 കിലോമീറ്ററിനകത്ത് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള വലിയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ഈ തോട്ടങ്ങളിലൊക്കെ ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ അന്വേഷിക്കാൻ വിപുലമായ ഒരു സമിതിയെ രൂപീകരിക്കണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ആക്ഷൻ കമ്മിറ്റി അവരുടെ ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അഭിലാഷ്, തീർച്ചയായും അവിടെ ബൈജു, നിരന്തരമായി നമ്മൾ വാർത്തകൾ നൽകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് മറ്റു മാധ്യമങ്ങൾ പോലും ഏറ്റെടുക്കാൻ മടിക്കുന്നു എന്നുള്ളതാണല്ലോ ആക്ഷൻ കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ. ഇതിലിപ്പോൾ നമുക്കറിയാം, നേരത്തെ ഈ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലുമുള്ള തുടർ നീക്കങ്ങളുമായി പോകുമ്പോൾ പോലീസ് വളരെ കൃത്യമായി ഒത്തുകളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് പരിശോധന നടത്തേണ്ട ഇടത്തേക്ക് അഭിഭാഷകർ കാത്തുനിന്ന സമയത്തൊന്നും പോലീസ് എത്തിയില്ല. അങ്ങനെ അഭിഭാഷകർ മടങ്ങുന്നു. അങ്ങനെ എല്ലാ പരിശോധനകളും തുടർ നീക്കങ്ങളും എത്രത്തോളം വൈകിപ്പിക്കാമോ അത്രത്തോളം വൈകി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം എന്നത് എന്താണ്? ഇനിയിപ്പോൾ പോലീസിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് അവരുടെ നീക്കം? തീർച്ചയായും അഭിലാഷ്, ഇപ്പോൾ മഹേഷ് ഷെട്ടി തിരുവടി പറഞ്ഞത് അത് തന്നെയാണ്. ഈ പോലീസിൽ അന്വേഷണത്തിൽ ഒരു തരത്തിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ പരാതി നൽകിയിട്ടും ഈ തെളിവുകളും മൊഴിയും നൽകിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കണം, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണം. അതിൽ ഉന്നതരായ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കണം, വിദഗ്ധരുണ്ടായിരിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. വിപുലമായ ഒരു അന്വേഷണം നടത്തണമെന്ന്
എന്നൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അവർ അത്തരത്തിലുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. ഇദ്ദേഹമാണ് സൗജന്യ കേസിൽ നിർണായകമായ പങ്കുവഹിച്ച് അത്തരത്തിലുള്ള പ്രക്ഷോഭവും പ്രതിഷേധവുമാക്കി ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരാൾ. ഇപ്പോൾ ഈ അനീഷും ഇദ്ദേഹത്തിന്റെ സഹായത്തിനായി ഇവിടെ അനീഷും ഇവിടെ എത്തിയിട്ട് അനീഷും ഇവരെ സംസാരിക്കുന്നതിനിടെ നമ്മൾ കണ്ടുമുട്ടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായ പ്രക്ഷോഭ പരിപാടി ഇനി ആരംഭിക്കാൻ തന്നെയാണ് ഇവർ തീരുമാനം. പോലീസിൽ നിന്നും ഔദ്യോഗികമായി നമുക്ക് ഒരു വിവരവും ഇത് സംബന്ധിച്ച് കുഴിച്ചെടുക്കുന്നത് സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും നാളെ ഉണ്ടാകുമെന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. നാളെ ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ മൃതദേഹം ഉണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങൾ അവിടെ കുഴിച്ച് പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതിലൊരു സ്ഥിരീകരണവും നമുക്ക് ലഭിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് കടുത്ത അനാസ്ഥ തുടരുന്നു. ഈ സാമൂഹ്യ നിരീക്ഷകൻ ഒപ്പം ശ്രീ ബൈജു, ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് തിരികെ ശ്രീ അനിൽ, ഇവിടെ ഇതാ ഈ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകൾ, അതുമാത്രവുമല്ല ദുരൂഹമായ മരണങ്ങൾ, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം വന്നിട്ടുള്ള പ്രതികരണങ്ങൾ, ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടിട്ടുള്ള നേരിട്ടുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ അനീഷ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഏക്കർ കണക്കിന് ഭൂമി തട്ടിയെടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊല ചെയ്യുന്നു. ആ കൊലപാതകത്തിന് പിന്നീട് കാരണമായി പോലീസ് പറയുന്നത് ആ വാഹനത്തിന് നമ്പറില്ല, ഇടിച്ച വാഹനത്തിന് ബുക്കും പേപ്പറുമില്ല, അങ്ങനെയൊക്കെ വളരെ വിചിത്രമായ പ്രതികരണങ്ങളാണ്. കാരണം സാധാരണ നിലയിൽ നമ്പറില്ലാതെ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു വാഹനം ഇടിക്കുമ്പോഴാണല്ലോ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത്, അതിൽ ദുരൂഹത കൂടുന്നത്. അപ്പോൾ അതൊരു സ്വാഭാവികമായ മരണമായിരുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാവുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് പരാതികൾ ആണ് ഇതിനോടകം തന്നെ ആക്ഷൻ കൗൺസിലിന് ശേഖരിക്കാൻ സാധിച്ചത്. അതിൽ പലതും ന്യൂസ് 18 തെളിവുകൾ സഹിതം പുറത്തുവിടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരു നടപടിയും ആർക്കെതിരെയും ഉണ്ടാകുന്നില്ല. എന്താണ് അതിന് കാരണമെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ആദ്യമായി ഇത്രയും രൂക്ഷമായ ഒരു മനുഷ്യാവകാശ ലംഘനം ഏതെങ്കിലും ഒരു ആഫ്രിക്കയിലെ നിഗൂഢമായ ഗ്രാമങ്ങളിലോ മെക്സിക്കോയിലെ ഏതെങ്കിലും ഒരു കാർട്ടൽ, മയക്കുമരുന്ന് കാർട്ടലുകൾ നിയന്ത്രിക്കുന്ന ഗ്രാമങ്ങളിലും അല്ല, രാജ്യത്തിന്റെ തന്നെ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ കർണാടകത്തിലാണ് സംഭവിച്ചിരുന്നത്, ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഈ വിഷയം വളരെ ഗൗരവത്തോടെ ന്യൂസ് 18 പുറത്തുവിടുന്നതിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ. ഒപ്പം ഏറ്റവും അവസാനം മുഖ്യമന്ത്രി നൽകിയ ഒരു പ്രസ്താവനയിൽ നിന്നും നിലവിലുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയാണ് ഒളിച്ചോടുന്നതെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും അവസാനം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഇതാണ്: ഗവൺമെന്റ് നെയ്തർ ഇൻ ഫേവർ നോർ എഗെയിൻസ്റ്റ് ദി ഡിമാൻഡ്. ഇവിടെ സമരത്തിൽ തങ്ങൾക്ക് സ്വന്തക്കാരെ നഷ്ടപ്പെട്ട, ദുരൂഹമായ സാഹചര്യങ്ങളിൽ സ്വന്തക്കാരെ നഷ്ടപ്പെട്ട ആളുകൾ ഭയന്നുകൊണ്ടാണെങ്കിൽ പോലും അനീതിക്കെതിരെ ഒന്നിച്ച് ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ, അതും അഡ്വക്കേറ്റുമാരുടെ സംഘടന പരാതി കൊടുക്കുമ്പോൾ, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ഗോപാല ഗൌഡ ഈ വിഷയം ഗൗരവതരമായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്, ഞങ്ങൾക്ക് അനുകൂലമോ പ്രതികൂലമോ നിലപാടല്ല ഈ വിഷയത്തിലുള്ളത് എന്ന്. ഇതിൽ നിന്നും ഇത്രയും ഗൗരവതരമായ ഒരുപക്ഷെ നൂറുകണക്കിന് നിരപരാധികളായ പെൺകുട്ടികൾ, സ്ത്രീകൾ തുടങ്ങിയ ആളുകൾ അതിക്രൂരമായി മരണപ്പെട്ടത് കേവലം ലൈംഗികവുമായ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടല്ല, മറിച്ച് മറ്റു പല ആളുകളും അവരുടെ സ്വത്തുക്കൾ പോലും നഷ്ടപ്പെടാൻ ഇടയുണ്ടാക്കും വിധം കൊല ചെയ്യപ്പെടുമ്പോഴാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി വിഷയങ്ങളിൽ ഒളിച്ചോടുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞോട്ടെ. രാജ്യസഭാ അംഗമായ മലയാളി മിസ്റ്റർ സന്തോഷ് കുമാർ, അദ്ദേഹം എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം CPIയുടെ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹം ഇപ്പോ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ദേശീയ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷായ്ക്ക് നൽകിയ പരാതിയിൽ 1979 മുതൽ നടന്ന സംഭവങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു. 1979 വേദവല്ലി എന്ന് പറയുന്ന ഈ പറയുന്ന മഞ്ജുനാഥ് ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള 25 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഒരു സ്കൂളിൽ അവർ നിയമപരമായി കോടതി കയറി പ്രമോഷൻ വാങ്ങിയെടുത്തതിന് കാരണം പറഞ്ഞുകൊണ്ട് അവരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ കൊലപ്പെടുത്തുന്ന ഒരു വിഷയം അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു. 1986 മരണപ്പെട്ടത് പത്മലത എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഒരു പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്റെ മകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവത്തിന് സമാനമായ ഒരു വിഷയം
നാരായണ, യമുന തുടങ്ങിയ ആളുകളുടെ വസ്തുക്കൾ KSRTC സ്റ്റേഷനടുത്ത് സ്ഥിതി ചെയ്യുന്ന വസ്തു ഇവർ കൈക്കലാക്കാൻ അവരെ കൊലപ്പെടുത്തി തുടങ്ങിയ കേട്ടാൽ വിശ്വസിക്കാൻ പാടുപെടുന്ന ഒരു സാമാന്യ കാര്യമായി ജീവിതത്തിൽ ഒരിക്കലും കരുതാൻ കഴിയാത്ത കൂട്ടക്കൊലപാതകങ്ങൾ അവിടെ നടക്കുമ്പോ നോക്കൂ, അവിടുത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ നിലപാടെടുക്കുന്നു. ഇനി അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ വക്താക്കൾ എന്ന് പറയാവുന്ന മിസ്റ്റർ അരവിന്ദ് ബെല്ലാഡ് എന്ന BJPയുടെ MLA പറയുന്നു ഇത് ഇങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല, ഇത് ആ ദേവാലയത്തിനെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നു. മറ്റൊരു മുൻ മന്ത്രിയായ സുരേഷ് കുമാറും ഇതേ ആരോപണം ഉയർത്തുന്നു. തീർച്ചയായും അവിടെ അനിൽ, സ്വാഭാവികമായും ഈ ആരോപണങ്ങളൊക്കെ നിൽക്കട്ടെ, പക്ഷേ ഇതിന് പിന്നിൽ അത് ആരുമായിക്കൊള്ളട്ടെ, ഈ പറയുന്ന സംശയനിഴലിൽ ഉള്ളവരല്ല എങ്കിൽ അതിനൊരു ഉത്തരം കണ്ടെത്തണമല്ലോ. സ്വാഭാവികമായി ആ നാടിന്റെ ഒരു പ്രത്യേകത നോക്കൂ, ഈ സ്ഥലത്തിന്റെ ഈ ദേവാലയത്തിന്റെ പേര് തന്നെ ധർമ്മസ്ഥാപനം എന്നാണല്ലോ. അതെ, ആ സ്ഥാപനത്തിന്റെ ഉടമ എന്ന് കാലാകാലങ്ങളായി കരുതി വരുന്ന വ്യക്തിക്ക് ആ പ്രദേശത്തെ ജനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീർക്കാൻ അധികാരമുണ്ടെന്നുള്ള ഒരു ഫ്യൂഡൽ എന്താണ് പറയുന്നത്, അധികാരം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരിടത്താണ് ഇത്രയും അനീതി നടക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ദേവാലയത്തിന്റെ കാര്യസ്ഥനായി ഇന്നും ഉള്ള, പ്രത്യേകിച്ച് അദ്ദേഹം രാജ്യസഭാ MP ആണ്, BJPയുടെ രാജ്യസഭാ MP ആണെന്ന് പ്രത്യേകം പറയണം. കാരണം ഭരണകക്ഷി എന്ന തരത്തിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. പത്മവിഭൂഷൺ അദ്ദേഹത്തിന് നൽകി നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മറുപടി പറയാനുള്ള ബാധ്യത മറ്റാരേക്കാളും ആ ദേവാലയത്തിന്റെ അധികാരി എന്ന സ്ഥലത്തിരിക്കുന്ന ആൾക്കുണ്ട്. അവിടെയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കർണാടകത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഈ കൂട്ടക്കൊലപാതകത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത്. ഈ വിഷയത്തിൽ മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങളും ഈ വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ശരിയാണെങ്കിൽ പോലും ഇവർക്കെതിരെ കർക്കശമായ നിയമപരമായ നടപടി എടുക്കണം. അതാണ്, അതായത് 1995 ശേഷം ഏതാണ്ട് 600ഓളം മരണങ്ങൾ അസ്വാഭാവികമായി അവിടെ നടക്കുന്നു. അതിൽ പലതും ഞെട്ടിക്കുന്ന മരണങ്ങളാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരിക്കുന്നു. പെൺകുട്ടികളെ അടിവസ്ത്രങ്ങളില്ലാത്ത നിലയിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയാൽ തീരുന്നതാണ് ഈ വിഷയം. അത് കണ്ടെത്തേണ്ടത് ഭരണകൂടത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം ആണ്. അതിനവർ മുതിരുന്നില്ല എന്നിടത്താണ് സംശയം ബലപ്പെടുന്നത്. അപ്പോൾ അതിന് പിന്നിൽ അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നവരല്ല എങ്കിൽ ഇതിനെന്തുകൊണ്ട് ഉത്തരമില്ല എന്ന സംശയം ഉയരുകയാണ്. വളരെയധികം നന്ദി ശ്രീ P. അനിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനൊപ്പം ധർമ്മസ്ഥലയിൽ നിന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു പങ്കുവയ്ക്കുന്നത്. അത് പങ്കുവയ്ക്കുമ്പോഴും ബൈജുവിന് പോലും ഭീഷണികൾ ഉണ്ടാകുന്നു, ന്യൂസ് 18 സംഘത്തിന് ഭീഷണി ഉണ്ടാകുന്നു എന്നതുകൂടിയാണ് പ്രേക്ഷകരെ അറിയിക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം പ്രബലരാണ് മറുഭാഗത്ത് എന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.